മുൻ SP സുഭാഷ് ബാബു ടെലിഫോൺ ലൈനുണ്ട്. ശ്രീ സുഭാഷ് ബാബു, ഇപ്പോൾ DGPയുടെ ഒരു വിലക്ക് ലംഘിക്കുക, അതായത് അങ്ങനെ ഒരു നിർദ്ദേശമുണ്ട് ADGP വഴി അത് വേണ്ട എന്നുള്ളത്. പക്ഷേ അതും മറികടന്ന ഇത്തരത്തിൽ ഒരു ഇടപെടൽ ADGP നടത്തുന്നുണ്ടെങ്കിൽ അത് ആ സംവിധാനത്തിലെ പ്രശ്നമല്ലേ? തീർച്ചയായിട്ടും. അതായത് DGPയുടെ മേളിൽ സൂപ്പർ DGP എന്ന് പറയുമ്പോൾ ചില സംസ്ഥാനങ്ങളിലൊക്കെ ആക്ടിംഗ് DGP എന്നൊക്കെ പറയുന്നുണ്ട്. ഇതിപ്പോ എന്താന്ന് പറഞ്ഞാല് DGP ഉണ്ട്, DGP ഉള്ളപ്പോ തന്നെ വേറൊരു ആക്ടിംഗ് DGP. അപ്പം DGPയെ നിശബ്ദനാക്കിക്കൊണ്ട് ADGP ഒരു ആക്ടിംഗ് DGP ആയിട്ട് ഗവൺമെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നേരിട്ട് ഇടപെടുന്നു എന്നുള്ളതാണ്. അത് വേണ്ട എന്ന് പറഞ്ഞാലും കേൾക്കാൻ സൗകര്യമില്ല, എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ചെയ്തു എന്ന് പറഞ്ഞാൽ അച്ചടക്ക നടപടിയോ എന്തെങ്കിലും എടുക്കണമെങ്കിൽ ഗവൺമെന്റാണ് എടുക്കേണ്ടത്. അദ്ദേഹത്തിന്റെ ഗവൺമെന്റുമായുള്ള ചാനൽ വളരെ ക്ലിയർ ആണ്. അതുകൊണ്ട് ഇതിലിപ്പോ DGP എന്ന് പറയുന്ന വ്യക്തി അപ്രസക്തനായി പോവുകയാണ്. ഇതിൽ മറ്റൊരു കാര്യം, ഈ SP-യും കോഴിക്കോട് കമ്മീഷണറും ഈ നിർദ്ദേശം അവഗണിച്ചു അത്രേ. അപ്പോൾ അവർക്കും അങ്ങനെയാണെങ്കിൽ ഈ പോലീസ് സേനയ്ക്കുള്ളിൽ പോലും DGP-യേക്കാൾ മുകളിലാണോ ADGP എന്നൊരു തോന്നലുണ്ടോ? തീർച്ചയല്ലേ, അതാണല്ലോ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്, വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഇപ്പം DGP വന്നതിന് ശേഷം അതിന് മുമ്പത്തെ DGP ആയാലും അതിന് മുമ്പത്തെ DGP ആയിട്ട് പറഞ്ഞാലും ശരി, അദ്ദേഹത്തിന് താല്പര്യമൊന്നുമില്ല, അദ്ദേഹം ഒഴിഞ്ഞുകളയും, നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തു എന്ന് പറയുന്നത്. അപ്പൊ അതിന് രണ്ടാമത് ഇതിന് തൊട്ടു മുമ്പുള്ള DGP ആയപ്പോൾ ഇത് തന്നെ അദ്ദേഹത്തിനെ ബൈപ്പാസ് ചെയ്തിട്ടാണ് കാര്യങ്ങളൊക്കെ പറയുന്നത്. അദ്ദേഹത്തിന് കാര്യങ്ങളൊന്നും അറിയുന്നില്ല. നിങ്ങളൊക്കെ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, അദ്ദേഹത്തിന് അറിയില്ല ആരാണ് ഉത്തരം പറഞ്ഞുകൊണ്ടിരുന്നതെന്നും ഇതിന്റെ ഉത്തരവാദി അദ്ദേഹമല്ല എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. അതേ കാര്യം അതേ സംഗതി തുടരുകയാണ്. അപ്പൊ ഗവൺമെന്റിന്റെ വഴി ഗവൺമെന്റ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഗവൺമെന്റ് സംവിധാനം കഴിഞ്ഞാൽ ADGP-യിലേക്കാണ് ബന്ധപ്പെടുന്നത്. ADGP കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ നിയന്ത്രണത്തിൽ, കാരണം അദ്ദേഹം പറഞ്ഞാൽ കാര്യങ്ങൾ നിയന്ത്രിക്കപ്പെടും എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തിന്റെ താഴെയുള്ള ഉദ്യോഗസ്ഥന്മാരും അദ്ദേഹത്തിനെ അനുസരിക്കുന്നു, അദ്ദേഹം പറയുന്ന മാതിരി തന്നെ പ്രവർത്തിക്കുന്ന സംവിധാനമാണ് ഉള്ളത്. കാരണം DGP എന്ന വ്യക്തി നോക്കുകുത്തിയാണ് എന്നുള്ളത് അറിയാം. അദ്ദേഹത്തിനെ അങ്ങനെ നോക്കുകുത്തി ആക്കിയിട്ട് ഭരിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഘടകം. അല്ല, അപ്പോഴും ഒരു സംശയം നിൽക്കുന്നത്, ഇപ്പോൾ DGP നിർദ്ദേശം നൽകുകയാണ് DIG-യോ IG-യോ വഴി റിപ്പോർട്ട് അയക്കാൻ. DIG-യോ IG-യോ വഴി റിപ്പോർട്ട് അയക്കുക എന്നുള്ള ഒരു റിട്ടേൺ ഒരു ഫയലിൽ എഴുതി കൊടുത്തിട്ടുണ്ടാവുമല്ലോ അദ്ദേഹം. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് ബൈപ്പാസ് ചെയ്യുക എന്നുള്ളതാണ് സംശയം. ഒരു കള്ളാസിനകത്ത് എഴുതിക്കൊടു ഉത്തരവാണ്, ഇല്ലെങ്കിൽ തന്നെയും DGP അല്ലേ കൊടുക്കേണ്ടത്. ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട റിപ്പോർട്ട് ഗവൺമെന്റിൽ പോകുന്ന എല്ലാ റിപ്പോർട്ടുകളും DGP അടുത്തത് DGP അത് പരിശോധിച്ചതിന് ശേഷം DGP ആണ് അങ്ങോട്ട് അയക്കുക, അതിനെ പറ്റി ചർച്ച ചെയ്യുകയൊക്കെ ചെയ്യും. ഇപ്പൊ DGP എന്ന് പറയുന്നത് ഒരു അന്യസ്ഥാനീയനായിരിക്കുന്നു. അദ്ദേഹം ആ സ്ഥാനത്തിന്റെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാതെ ADGP ആക്ടിംഗ് DGP ആയിട്ട് ഗവൺമെന്റുമായിട്ട് നേരിട്ട് ബന്ധപ്പെടുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് റിപ്പോർട്ടുകളൊക്കെ ഗവൺമെന്റിന് താല്പര്യമുള്ള റിപ്പോർട്ടുകളൊക്കെ അദ്ദേഹം വഴി തന്നെ പോണം. കാരണം അത് കൊടുക്കണോ നോക്കണോ അല്ലെങ്കിൽ തമസ്കരിക്കണോ എന്ന് തീരുമാനിക്കാനുള്ള ചാനൽ ക്ലിയറാണ്. ആ ചാനലിന് വേണ്ടി പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ യാഥാർത്ഥ്യം. റൈറ്റ്. എന്തായാലും താങ്കൾ സൂചിപ്പിച്ച പോലെ അവിടെ ഒരു ആക്ടിംഗ് DGP ആയിരുന്നു ADGP എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വളരെ നന്ദി ശ്രീ സുഭാഷ് ബാബുവിന് SP പ്രതികരിച്ചതിന്. VV വിനോദ് തുടരുന്നുണ്ട്. വിനോദ്, ഇപ്പൊ ഞാൻ ചോദിച്ചത് എങ്ങനെയാണ് ഇത്തരത്തിൽ DGP ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ടെങ്കിൽ അതിനെയൊക്കെ മറികടക്കാൻ കഴിയുക എന്നുള്ളതാണ്. അത് മാത്രമല്ല, ഒരു പോലീസ് ഒരു ജില്ലയിലെ SP-ക്കോ അല്ലെങ്കിൽ ഒരു നഗരത്തിലെ കമ്മീഷണർക്കോ DGP-യുടെ നിർദ്ദേശം ലംഘിക്കാൻ കഴിയുന്നു? എന്തോ ഈ വിവാദങ്ങൾ ഉണ്ടാകുന്ന നിർദ്ദേശം നൽകിയിരുന്നത്, അതായത് ഒരുപക്ഷെ മാമിയുടെ കുടുംബാംഗങ്ങൾ തന്നെ സംശയിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ADGP-യുടെ ഇടപെടലിൽ ദുരൂഹത ആരോപിക്കുന്ന സാഹചര്യം, ഇത് DGP-യുടെ മുന്നിലേക്ക് ഈ കാര്യം നേരത്തെ തന്നെ എത്തിയിരിക്കണം. അതുകൊണ്ടാകണം അദ്ദേഹം ഇങ്ങനെ DIG വഴിയോ അല്ലെങ്കിൽ IG വഴിയോ അന്വേഷണത്തിന്റെ പുരോഗതി അത് സംബന്ധിച്ച റിപ്പോർട്ടുകൾ നൽകേണ്ടത് ആ വഴിയിലൂടെ ആകണമെന്ന നിർദ്ദേശം നൽകിയത്. എന്നാൽ ആ സമയത്ത് ഇങ്ങനെ ഒരു വിവാദം ഉയർന്നു വന്നില്ല. അതുകൊണ്ട് തന്നെ അത് കാര്യമായ നടപടികളോ അല്ലെങ്കിൽ പിന്നീട് ഒരു നിരീക്ഷണമോ ഇല്ലാതെ പോയിരിക്കാം. ഇപ്പോൾ ഏതായിരുന്നാലും DGP അക്കാര്യത്തിൽ ഒരു ശക്തമായ നടപടി, ഏത് സാഹചര്യത്തിലാണ് തന്റെ നിർദ്ദേശം ലംഘിക്കപ്പെട്ടത്, ഇക്കാര്യത്തിൽ വിശദീകരണം ചോദിക്കാനാണ് DGP-യുടെ തീരുമാനം. അത് സിറ്റി പോലീസ് കമ്മീഷണർ അതോടൊപ്പം തന്നെ ഈ SP ഈ രണ്ടുപേരെടുത്തും ഈ തരത്തിലുള്ള ചോദ്യം ഉന്നയിക്കുന്നു. അതിനർത്ഥം ADGP അജിത് കുമാർ ഈ കേസിൽ
വല്ലാതെ ഇടപെട്ടു എന്ന് തന്നെയാണ്, അല്ലെങ്കിൽ വഴിവിട്ട ഇടപെടൽ നടത്തി ഇത് തന്റെ കയ്യിൽ നിന്ന് ഈ കേസിന്റെ അന്വേഷണ റിപ്പോർട്ടുകളോ വിശദാംശങ്ങളോ പുറത്തു പോകരുതെന്ന് ആഗ്രഹിച്ചു എന്ന തരത്തിലുള്ള ആക്ഷേപങ്ങൾ, ആ ആക്ഷേപങ്ങളെ തുടർന്നാണ് ഇപ്പോൾ ഏതായിരുന്നാലും ഇങ്ങനൊരു നടപടിക്ക് DGP തയ്യാറാകുന്നത്. എന്തിന് പല കേസുകളിലും ADGP MR അജിത്കുമാർ അമിത താല്പര്യം എടുത്തു, അല്ലെങ്കിൽ തന്റെ കയ്യിൽ നിന്ന് ആ കേസിന്റെ വിശദാംശങ്ങൾ പുറത്തേക്ക് പോകരുത് എന്ന് ആഗ്രഹിച്ചു? ഈ ചോദ്യങ്ങൾക്കെല്ലാം തന്നെ മറുപടി കിട്ടേണ്ടതുണ്ട്. ഏതായാലും PV അൻവർ ആരോപണം ഉന്നയിച്ചതിന് പിന്നാലെയാണ് ഈ നടപടികളെല്ലാം DGP ശക്തമാക്കിയിരിക്കുന്നത്. എൽദോ, ഇതാണ് പ്രധാനപ്പെട്ട കാര്യം. PV അൻവറിന്റെ ആരോപണങ്ങളുടെ അടുത്തൊരു ഘട്ടത്തിലേക്കാണ് ഇത്. നിരവധിയായിട്ടുള്ള വിഷയങ്ങളിൽ അൻവർ ഉന്നയിച്ച റൈറ്റ്